ഇപ്പം നമ്മൾ ഈ കാണുന്നതേ പനംകുട്ടി ചപ്പാത്തും അതിനടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ലോവർ പെരിയാർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുമാണ് കേട്ടോ. പഴമയുടെ കരുത്തും ആധുനികതയുടെ സൗകര്യങ്ങളും ഒത്തുചേരുന്ന ഒരു ഇടമാണിതെന്ന് നമുക്ക് വേണേൽ പറയാവേ. ഈ വഴിയുള്ള യാത്രയിലെ പെരിയാറിൻ്റെ കുളിർമയും പച്ചപ്പും ഒക്കെ ആസ്വദിക്കാൻ ഇതിലും നല്ലൊരു സ്പോട്ട് വേറെയില്ല. പനംകുട്ടി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഇവിടുത്തെ പവർ പ്രൊജക്റ്റുകളാണ്. ലോവർ പെരിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ ഇത്. നമ്മുടെ പെരിയാറിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഈ സ്റ്റേഷൻ കേരളത്തിൻ്റെ ഊർജ്ജ മേഖലയിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകളും പവർ സ്റ്റേഷൻ്റെ ഘടനയൊക്കെ ഈ പ്രദേശത്തിന് ഒരു ഇൻഡസ്ട്രിയൽ സൗന്ദര്യം നൽകുന്നുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പനംകുട്ടി പാലത്തിനടുത്തായിട്ടുള്ള നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ഈ പനംകുട്ടി പാലത്തിന് മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാലേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് കാണാനായിട്ട്. ഒരു വശത്തു നിന്ന് ശാന്തമായിട്ട് ഒഴുകി വരുന്ന പെരിയാറും മറുവശത്തു നിന്ന് വരുന്ന മുതിരപ്പുഴയാറും ഇവിടെ വെച്ചിട്ടാണ് ഒന്നാവുന്നത്. പ്രകൃതി ഒരുക്കുന്ന ഈ ഒരു കൂടിച്ചേരൽ കാണാൻ വേണ്ടി തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ. പെരിയാറിൻ്റെ കൈവഴിയായ മുതിരപ്പുഴയാറിൽ നിർമ്മിക്കപ്പെട്ട നേര്യമംഗലം ജലവൈദ്യുത പദ്ധതി സ്വതന്ത്ര ഇന്ത്യയിൽ കേരളം നടപ്പിലാക്കിയ ആദ്യത്തെ പ്രധാന വൈദ്യുതി പദ്ധതികളിൽ ഒന്നാണ്. 1961 കമ്മീഷൻ ചെയ്ത ഈ പ്ലാന്റ് ഇന്നും തടസ്സമില്ലാതെ നമ്മുടെ സംസ്ഥാനത്തിന് വെളിച്ചം നൽകുന്നു. പന്നിയാർ, ചെങ്കുളം പവർ ഹൗസുകളിൽ നിന്ന് പുറന്തള്ളുന്ന വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഈ പ്രദേശം വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ ഗാംഭീര്യത്തോടെ നിൽക്കുന്ന പാമ്പ്ള അണക്കെട്ട് കാണാം. ലോവർ പെരിയാർ ഡാമെന്നും ഇതിന് പേരുണ്ട്. പെരിയാറിലെ ജലം സംഭരിച്ച് കരിമണലിലെ പവർ ഹൗസിലേക്ക് എത്തിക്കുന്ന ഈ അണക്കെട്ട് ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് കേട്ടോ. കാടിനും മലകൾക്കും ഒക്കെ നടുവിൽ 5 സ്പിൽവേ ഗേറ്റുകളുമായി നിൽക്കുന്ന പാമ്പ്ളയുടെ ദൃശ്യം ഏതൊരു യാത്രികനെയും ആകർഷിക്കും. പാമ്പ്ള അണക്കെട്ടിൻ്റെ ഗാംഭീര്യം കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരുമ്പോഴേ റോഡരികിൽ മല തുരന്ന് നിർമ്മിച്ച കൂറ്റൻ തുരങ്കമുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് വെറും ഒരു ഗുഹയല്ല കേട്ടോ, ഇടുക്കിയുടെ ഊർജ്ജ സിരകളാണ്. ഏകദേശം 12.5 കിലോമീറ്ററോളം ദൂരം മലയ്ക്കുള്ളിലൂടെ സഞ്ചരിച്ച് ഈ ജലം കരിമണലിലെ പവർ ഹൗസിലെത്തുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമായി തോന്നുമെങ്കിലും ഈ തുരങ്കത്തിനുള്ളിലൂടെ ഒഴുകുന്ന വെള്ളമാണ് കേരളത്തിൻ്റെ വലിയൊരു ഭാഗത്തിന് വെളിച്ചമേകുന്നത്. പ്രകൃതിയും മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയും കൈകോർക്കുന്ന ഈ ഒരു കാഴ്ച ഹൈറേഞ്ച് യാത്രയിലെ ഒരു അപൂർവ അനുഭവം തന്നെയാണ്.